സ്കോർ ബോർഡിലെ പോയിന്റ് നിലയുടെ കണക്കുകൂട്ടലുകളിലാണ് 3 പേരും. ആര്യന് എത്ര പോയിന്റ് ഉണ്ട്, നൂറയ്ക്ക് എത്ര പോയിന്റ് ഉണ്ടെന്നൊക്കെ അക്ബർ ഇരുന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നെവിനാണെങ്കിൽ ഇച്ചിരി സൈലൻറ്റ് സോണാണ്. കാരണം 2-3 ടാസ്കിൽ ആൾ വിചാരിച്ച പോലൊന്നും അങ്ങോട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് അഹങ്കാരം തീർന്നെന്ന് വേണം പറയാൻ. എന്നാലും ടാസ്ക് ചെയ്യുന്നവരെ എങ്ങനെയെങ്കിലും ആ ടാസ്കിനകത്തുനിന്ന് അവർക്ക് ഔട്ടായി പോകാൻ വേണ്ടിയുള്ള സകല പരിപാടികളും ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. അക്ബർ ചോദിക്കുന്നുണ്ട് രാത്രിയിലത്തേക്ക് എന്തോ ഭക്ഷണം. അപ്പോൾ പറയാണ് കഞ്ഞിയും പയറും ആക്കാം, എന്നെക്കൊണ്ട് അതേ പറ്റത്തുള്ളൂ, ഞാനത് മാത്രമേ തയ്യാറാക്കത്തുള്ളൂ. അപ്പോൾ അത് ശരിയാണ്, നല്ലതാണ്, നല്ല ആഹാരമാണല്ലോ, കഞ്ഞി ഒരു തോരനോ മറ്റോ ആക്കാം, അതായിരിക്കും നല്ലത്. അപ്പോൾ നെവിൻ പറയാണ് 1 സ്പൂൺ കഞ്ഞി എടുക്കുക, 1 സ്പൂൺ തോരനെടുക്കുക, മിക്സ് ചെയ്യുക കുടിക്കുക, മിക്സ് ചെയ്യുക കുടിക്കുക, അത് മാത്രം കഴിച്ചാൽ മതി. കൂട്ടത്തിൽ നെവിൻ പറയുന്നുണ്ട് അവളെന്നെ പോകുന്നതിന് മുമ്പ് കരയിപ്പിക്കുമെന്നൊക്കെ പറയുന്നു. അപ്പോൾ പിന്നെ ഞാൻ ബോൾ എറിയാണ്ടിരിക്കുമോ, ഞാൻ ഇങ്ങോട്ട് വന്ന് വിട്ടുകൊടുക്കത്തേ ഇല്ലെന്ന് നെവിൻ പറയുന്നുണ്ട്. പ്രൊവോക്കിംഗ് ഒക്കെ ഓക്കെ, പക്ഷേ ഇങ്ങോട്ട് വന്നാൽ ഞാൻ ഒട്ടും ക്ഷമിക്കുന്ന ഒരാളല്ല. ഇങ്ങനത്തെ ദുഷിച്ച മനസ്സുള്ള സ്ത്രീകളുണ്ടോ ഭൂമിയിൽ? ദുഷിച്ച ചീഞ്ഞടിഞ്ഞ് നാറിയ സ്ത്രീകൾ. സൗന്ദര്യം ഓക്കെയാണ്, പക്ഷേ അക്ബർ പറയാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും അലമ്പ് കാണിക്കുന്ന ഒരു സ്ത്രീ ഞങ്ങളുടെ അടുത്തുള്ളത്, അതും പിന്നെ രണ്ടാമത്തെ സ്ത്രീ ആരാ നെവിൻ ചോദിക്കുക. രണ്ടാമത്തെ സ്ത്രീ അനു ആണെന്ന് അക്ബർ പറയുന്നു. പെട്ടെന്ന് തന്നെ എണീറ്റിട്ട് വാടാന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്, ആര്യനെയും കൂടി വിളിക്കുന്നു നെവിന്. സ്ത്രീകൾ പരദൂഷണം പറയുന്നത് കേട്ടിട്ടുണ്ട്, പക്ഷേ ആണുങ്ങൾ ഇങ്ങനെ പബ്ലിക്കായിട്ട് പരദൂഷണം പറയുന്നത് ആദ്യമായിട്ട് കാണുക, അതും ഇത്രയും വലിയ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ. ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ അക്ബർ ചിന്തിക്കുന്നില്ലേ ഇറങ്ങിക്കഴിയുമ്പോൾ എങ്ങനെയൊക്കെ ആൾക്കാർ പ്രതികരിക്കും എന്നുള്ളത്. എന്നിട്ട് കമൻറ്റുകൾ എന്തൊക്കെയാണ് വരുന്നതെന്ന് ഇവരെ പറ്റി. ഒരു ഉളുപ്പുമില്ലാതെ പെണ്ണുങ്ങളെപ്പോലെ ഇരുന്നിട്ട് മറ്റൊരാളുടെ പരദൂഷണം പറയുന്ന ആണുങ്ങളെ ആരെങ്കിലും കണ്ടിട്ടുണ്ട്?